ഒരു കോമൺ പ്രശ്നമാണ്. നമ്മളെന്തെങ്കിലും ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും അത് വർക്ക് ചെയ്യാതിരിക്കുക. പിന്നെ എവിടെയോ ഒരു ലൂസ് കണക്ഷനുണ്ട്. എന്തായാലും അതൊന്ന് അഴിച്ചു നോക്കാം. ഫസ്റ്റ് പ്ലഗ് റിമൂവ് ചെയ്യും. സ്ക്രൂവിൻ്റെ ഹോളൊന്നും കാണുന്നില്ല അവിടെ. ഇതിൻ്റെ ഉള്ളിലുണ്ടോ പറഞ്ഞോട്. ഇവിടെ ഒരു ഇതുണ്ട്. അത് പക്ഷേ ഇതിൻ്റെയാണ്. ഒഴിച്ചു നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ എവിടെയാണ് പ്രശ്നം. നമുക്ക് സ്ക്രൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോവാതിരിക്കും. ഒരു ടേപ്പ് എടുത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ചാൽ ഇത് തന്നെയാണ്. ഇതഴിച്ചെടുക്കാൻ പറ്റും. എവിടെയോ എന്തോ പ്രശ്നമുണ്ട്. തിരിക്കുമ്പോഴാണ് കത്തുന്നത്. ഇപ്പോൾ അതൊക്കെ നമുക്ക് അഴിച്ചെടുക്കാം. അല്ലെങ്കിൽ അവിടെ വെച്ച് അത് മുറിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കട്ടായി പോകും ചിലപ്പോൾ. കട്ടായി പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് സോൾഡർ ചെയ്യണമെങ്കിൽ വേറെ ഇനി സോൾഡറിങ് ആണല്ലോ. നമുക്ക് വയർ മാത്രം അഴിച്ചെടുത്ത് ഇതൊരു റെസിസ്റ്റർ ഇട്ട് കൊടുത്തേക്കുന്നതാണ് ഈ LED. വേറെ ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. നമുക്ക് ഈ സൈഡും ഇതേപോലെ അഴിച്ചെടുക്കാം. ഇവിടെ മാറ്റി വെച്ചേക്കാം. ഇതിൻ്റെ ഇനി കണ്ടിന്യൂറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എവിടെയാണ് പോയിട്ടുള്ളത്. ഒരു സ്ലോ ഇവിടെ ഇരുന്നോട്ടെ. കണ്ടിന്യൂറ്റി കിട്ടും മീറ്റർ. ഇതിൻ്റെ വേറിൻ്റെ ഏത് വേറാണ് പോയിക്കണമെന്ന് അറിയണമല്ലോ. പ്രശ്നം ഒരു ഹീറ്ററിന് കൊടുക്കാൻ പറ്റുന്ന അത്ര തിക്നെസ് ഒന്നും ഇല്ല വയറിന്. ഇനിയും പോകാനുള്ള സാധ്യതയുണ്ട്. കുറച്ചും കൂടെ തിക്നെസ്സുള്ള വയറായിരുന്നെങ്കിൽ നമുക്ക് വയറ് മാറ്റിക്കളയാം. ഇനിയൊരു പ്രശ്നം വരരുത്. അപ്പം എർത്തും കൂടെ ഉള്ള വയറാണ്. നമുക്ക് എർത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് എർത്തങ്ങ് ഒഴിവാക്കണം. ഇത് ഇവിടെ ഏറ്റ് കഴിഞ്ഞാൽ ഇനി വയർ ഇതിൻ്റെ അകത്തോടെ എടുക്കണം. ഇതിന് ആവശ്യമുള്ള ലെങ്കിന് കട്ട് ചെയ്യാം. ആവശ്യമുള്ള
ഇപ്പോഴും വയർ സ്ലീവിൻ്റെ കാര്യം മറന്നുപോയി. ഈ വയർ സ്ലീവിൻ്റെ കാര്യം മറന്നു പോകുന്നത് ഒരു കോമൺ പ്രശ്നമാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന പ്രശ്നമാണ് എനിക്കും ഉള്ളത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ മറന്നു പോകുക. തിരിച്ചതേപോലെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ജോയിൻ്റ് ചെയ്ത് തൊടിയാറായി. ഇത് ലാസ്റ്റ് ആണ്. ഇനി ഞാൻ അടക്കൂലത്. ഇതിളക്കി ജോയിൻ്റ് ചെയ്യേണ്ടി വന്നു. ഇതിവിടം വരെ വരണം. അതേപോലെ തിരിച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് പിടിക്കണം. ഒരു സൈഡ് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് കൂടെ ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കഥകളി ഇവിടെ കഴിയും. ഇങ്ങനെ ആ സൈഡത്തെ ജോയിൻറ്റും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വയർ സ്ലീവ് തിരിച്ച് പഴയതുപോലെ തന്നെ വയർ സ്ലീവ് ഇട്ട് കൊടുക്കാം. വയർ സ്ലീവ് ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ സ്ഥാനത്തേക്ക് തന്നെ വെച്ച് കൊടുക്കാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകാതിരിക്കാനേ ഞാൻ അവിടെ ഒരു ഇൻസുലേഷൻ അടിക്കുന്നുണ്ട്. എന്തിനാണ് ഇൻസുലേഷൻ അടിച്ചതെന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന വയർ കട്ടി കുറഞ്ഞ വയറാണ്. ഇപ്പോൾ കറക്റ്റ് ലോക്കായി നിൽക്കും. പക്ഷേ ഇത് കട്ട് കൂടി വയറാണ്ട് കറക്റ്റായിട്ട് നിൽക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ടാണ് അവിടെ ഒരു ഇൻസുലേഷൻ അടിച്ചു കൊടുത്തത്. ഇൻസുലേഷൻ ഓണാക്കി നോക്കാം. എന്നിട്ട് സംഭവം ഓണായിട്ടുണ്ട്. നേരത്തെ ആ പ്രശ്നം മാറിയിട്ടുണ്ട്. ഇതിൻ്റെ ലോക്ക് തിരിച്ച് സ്ക്രൂവിൻ്റെ ഹോൾ കറക്റ്റാണ്. സ്ക്രൂ ഇട്ട് കൊടുക്കണം. സ്ക്രൂ ഡ്രൈവർ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പം കാണാനില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. എടുക്കുന്ന സാധനം കാണാതാവുക. ഈ സ്ക്രൂ കൂടെ ടൈറ്റ് ചെയ്തു. ഇപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നു അതിൻ്റെ പ്രശ്നം. ലൈറ്റ് ഓൺ ആയിട്ടുണ്ട്. ഇനി ഇത് വർക്ക് ഉണ്ടോയെന്നൊന്ന് ടെസ്റ്റ് ചെയ്യണ്ടേ. ബ്ലഡ് ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഒന്ന് ടെസ്റ്റും കൂടെ ചെയ്തതിന് ശേഷം ഇന്നത്തെ വീഡിയോ മതിയാക്കാം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ചെറിയ കുഞ്ഞു കുഞ്ഞു വീഡിയോകളായിട്ട് ഇനി വരുന്നതായിരിക്കും. ഇവിടെ ഇപ്പോൾ ചൂടായിക്കണം. ഇവിടെയാണ് ഹീറ്റർ അടിക്കുന്നത്. വീട്ടിലേക്ക് പതുക്കെ വരെയുള്ളൂ. പെട്ടെന്ന് ചൂടായെന്ന് പറയണമെങ്കിൽ ഇവിടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. വിറ്റ് ചൂടായി. പഴയ ഇതൊക്കെ പോയിട്ടുണ്ട്.
ഇപ്പം ബിറ്റ് ചൂടായി, ഹീറ്റ് ഓക്കെ ആണ്, പക്ക വർക്ക്. ഇപ്പോൾ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.